ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. പുതിയ UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിനെ കുറിച്ച് തിരുവല്ലോമലയിലെ പ്രാദേശിക കോൺഗ്രസ് CPM നേതാക്കളുടെ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് കാണാം. വൻ ജനപിന്തുണയോടെ അധികാരത്തിൽ വന്ന UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് എന്ന നിലയിൽ ഏവരും ഉറ്റുനോക്കിയതായിരുന്നു മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ VD സതീശന്റെ ബഡ്ജറ്റ് അവതരണം. നിരവധി വാഗ്ദാനങ്ങളും പദ്ധതികളുമാണ് അദ്ദേഹം ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. മുൻ സർക്കാരിന്റെ ബഡ്ജറ്റുകളെ അപേക്ഷിച്ച് ഏറെ മികച്ചതാണ് പുതിയ UDF സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് തിരുവല്ലോമല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് M. ഉദയൻ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റ് അതോടൊപ്പം തന്നെ UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് കൂടിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി കൂടിയായ ശ്രീ VD സതീശൻ ഇന്ന് അവതരിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ തന്നെ ഒരു പുതുയുഗം അല്ലെങ്കിൽ പുതിയ ദിശ നൽകുന്ന ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ ഈ ബഡ്ജറ്റിനെ വിശേഷിപ്പിക്കാം. പരമ്പരാഗതമായ ബഡ്ജറ്റ് മാതൃകകൾ അല്ലെങ്കിൽ ബഡ്ജറ്റ് അവതരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി ഒരു സർവതല സ്പർശിയായ എല്ലാ മേഖലകളും സ്പർശിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. വികസനം എന്നത് റോഡുകളും കലുങ്കുകളിലും അല്ലെങ്കിൽ ഭൗതികമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സാധാരണ ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയും ഒക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാവുന്ന വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മിഷൻ സമുദ്ര എന്നത് കേരളത്തിന്റെ സമുദ്രാതിർത്തി അല്ലെങ്കിൽ കേരളത്തിന്റെ സമുദ്ര തീരത്തെ മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ ഒരു മാറ്റത്തിലേക്ക് പുതിയൊരു കേരളത്തിലേക്ക് കൊണ്ടുവരാവുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് അവതരണം നമ്മൾ കണ്ടു. തീർച്ചയായും വലിയ പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റാണ്. നമ്മളുടെ ഭൂമിശാസ്ത്രം തീർച്ചയായും നമുക്കറിയാം. ഹോങ്കോങ്ങിനെ പോലെ ദുബായെ പോലെ അല്ലെങ്കിൽ സിംഗപ്പൂരിനെ പോലെയൊക്കെ സമുദ്ര മേഖലകൾ കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഭൂമിശാസ്ത്രമാണ് കേരളത്തിൻ്റെത്. അത് തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ വികസന പദ്ധതികളാണ് ഓപ്പറേഷൻ സമുദ്ര അല്ലെങ്കിൽ മിഷൻ സമുദ്ര എന്ന പേരിൽ ഈ ബജറ്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അതൊക്കെ തന്നെ വളരെയേറെ ആശ്വാസം അല്ലെങ്കിൽ പുതിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്. ജനോപകാരപ്രദവും സർവ്വമേഖലകളെയും സ്പർശിക്കുന്നതുമായ ബഡ്ജറ്റിലൂടെ പുതിയ കേരളവും പുതിയ യുഗവും ആരംഭിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ ബഡ്ജറ്റ് വെറും വാചക കസർത്തുകളിൽ മാത്രം ഒതുങ്ങിയതാണെന്ന് CPM തിരുവല്ലോമല വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C. ഗോപദാസ് അഭിപ്രായപ്പെട്ടു. ഇന്ന് കേരള നിയമസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരളത്തിന് ആകെ നിരാശയാണ്. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ല. മുൻ സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളെപ്പറ്റി ഒരു വാക്കുപോലും ആ ബഡ്ജറ്റിൽ ഉച്ചരിക്കപ്പെട്ടിട്ടില്ല. ലൈഫ് പദ്ധതി അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ കഴിഞ്ഞ ഗവൺമെൻറ് പാവപ്പെട്ട ഗ്രാമീണ മേഖലകളിലെ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയ ആ ജനക്ഷേമ പദ്ധതിയെക്കുറിച്ച് ഒരു വാക്കുപോലും ഇല്ല. അത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ഒരു പ്രഖ്യാപനങ്ങളും ഇല്ല. കോടികൾ കൊണ്ട് കുറെ പറയുക എന്നതല്ലാതെ ജനപ്രിയമായിട്ടുള്ള ഒരു കാര്യവും ജനങ്ങളെ പരോക്ഷമായി ബാധിക്കുന്ന തീവ്രമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റല്ല കേരള നിയമസഭയിൽ ഇന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില ക്രമാതീതമായി വർദ്ധിക്കുകയും വിലക്കയറ്റം അതിരൂക്ഷമാവുകയും ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഈ കേരളത്തിലെ 3.5 കോടി മലയാളികൾക്ക് ഈ ബഡ്ജറ്റിനെ നോക്കിക്കാണുകയാണെങ്കിൽ ഒരു ഗുണവും കേരള നിയമസഭയിൽ നിന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ധനവില വർധനവ് മൂലം ജനം പൊറുതിമുട്ടുമ്പോൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നതാണ് ഈ പുതിയ ബഡ്ജറ്റെന്നും ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് ഇത് എത്തിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് CCV.